ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് കിച്ചൺ ഫോർ യുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മുരിങ്ങയ്ക്ക തീയലാണ്. ഞാൻ ഹസീന നാസർ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. മുരിങ്ങയ്ക്കായുടെ കൂട്ടത്തിൽ പല വെജിറ്റബിൾസും ചേർത്ത് തീയൽ വെക്കാറുണ്ട്. ഞാനിവിടെ മുരിങ്ങയ്ക്ക മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു തീയലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. മുരിങ്ങയ്ക്ക കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന രുചികരമായ ഈ തീയൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ. പാനിലേക്ക് ഒരു തേങ്ങയുടെ പകുതി തിരുമിയ പീര ചേർത്ത് കൊടുത്തിട്ടുണ്ടായി. കൂട്ടത്തിൽ 2 പിഞ്ച് ഉലുവായും ചേർത്ത് കൊടുക്കാം. 4-5 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പീര ഇനി ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ വറുത്തെടുക്കണം. ഞാൻ നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് ഇതിലേക്ക് ഒട്ടും തന്നെ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. തേങ്ങാപ്പീര നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട്, ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പൊടികളുടെ എല്ലാം പച്ച ടേസ്റ്റ് മാറി ഒന്ന് മൂത്ത് വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം. പൊടികളെല്ലാം മൂത്ത് വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ഒന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കാം. 3 മുരിങ്ങയ്ക്ക തൊലിയെല്ലാം കളഞ്ഞ ശേഷം മുറിച്ചെടുത്തിട്ടുണ്ട്. 15 ചുവന്നുള്ളി തീരെ ചെറിയ കഷ്ണങ്ങളാക്കാതെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി കുതിരാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ 4 പച്ചമുളക് നെടുകെ കീറിയതും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഈ കഷ്ണങ്ങളെല്ലാം ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം. ഇതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളിയെല്ലാം ഒന്ന് വഴന്ന് വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം. ഉള്ളിയെല്ലാം കളർ മാറി ഒന്ന് വഴന്ന് വന്നാൽ മതി, അല്ലാതെ നല്ലവണ്ണം മൂത്ത് വരണ്ട. ഉള്ളിയെല്ലാം ഈ രീതിയിലൊന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. മുരിങ്ങയ്ക്ക എല്ലാം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ചെറിയ തീയിലൊന്ന് അടച്ചു വെച്ച് 2-3 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ലേ. മുരിങ്ങയ്ക്കായിലുള്ള വെള്ളവും പിന്നെ എണ്ണയിലും കിടന്ന് ഇതൊന്ന് ചെറുതായിട്ട് 2-3 മിനിറ്റ് വെന്ത് വരും. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം മുരിങ്ങയ്ക്ക എല്ലാം ഒന്ന് വെന്ത് കിട്ടുന്നിടം വരെ വേവിച്ചെടുക്കണം. അതിനായിട്ട് അടപ്പ് കൊണ്ട് അടച്ചു കൊടുക്കാം. ഇപ്പോൾ മുരിങ്ങയ്ക്കയിലെ വെള്ളം എല്ലാം പറ്റി മുരിങ്ങയ്ക്ക നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ വറുത്തരച്ചതിൽ അധികം വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ലേ. വെള്ളം കൂടുതൽ ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ, എന്നാൽ മാത്രമേ ആ കറിക്ക് ടേസ്റ്റ് കാണത്തുള്ളൂ. ഇനിയാണ് കറിയിലേക്ക് ചാറിനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. മിക്സിയുടെ ജാറ് കഴുകിയ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. തീയലായതുകൊണ്ട് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കരുത്. ചാറ് ഒത്തിരി നീണ്ടു പോകാതെ കുറുകിയ രീതിയിലാണ് നമ്മൾ തീയൽ തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് ആവശ്യമായ വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അരപ്പ് കഷ്ണങ്ങളിലേക്ക് നല്ലവണ്ണം മിക്സ് ആകുന്നത് പോലെ ഇളക്കി കൊടുക്കാം. ചാറെല്ലാം നല്ലവണ്ണം ഒന്ന് തിളച്ച് വരാനായിട്ട് ചട്ടി അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് 1-2 പ്രാവശ്യം അടപ്പ് മാറ്റി കറി ഇളക്കി കൊടുക്കണം.
ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും വേണം. ഇപ്പോൾ കറി നല്ലവണ്ണം തിളച്ച് ചാറൊക്കെ കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ മുരിങ്ങയ്ക്ക തീയൽ ചോറിലൊഴിച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതുപോലാണ് മുരിങ്ങയ്ക്ക കൊണ്ട് തീയൽ വെക്കാറുള്ളത്. ഇല്ലെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. നിങ്ങൾക്കും ഈ തീയൽ വളരെയധികം ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.